ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് ഗോവ. ഇന്നത്തെ യാത്രയിലൂടെ നമുക്ക് ഗോവയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഗോവയെ സൗത്ത് ഗോവ എന്നും നോർത്ത് ഗോവ എന്നും രണ്ടായി തിരിക്കാം. കേരളത്തിൽ നിന്നും പോകുന്നവർ ആദ്യം എത്തിച്ചേരുന്നത് സൗത്ത് ഗോവയിലാണ്. സൗത്ത് ഗോവയിലാണെങ്കിൽ മഡ്ഗോവൻ റെയിൽവേ സ്റ്റേഷനിലും നോർത്ത് ഗോവയിലാണെങ്കിൽ തിവിം റെയിൽവേ സ്റ്റേഷനിലുമാണ് ഇറങ്ങുന്നത്. സൗത്ത് ഗോവയിൽ ഇറങ്ങി അവിടുത്തെ കാഴ്ചകൾ കണ്ട് നോർത്ത് ഗോവയിലേക്ക് പോകുന്നവരും തിരിച്ചാദ്യം നോർത്ത് ഗോവ കണ്ട് സൗത്ത് ഗോവ കാണാൻ വരുന്നവരും ഉണ്ട്. എല്ലാവരും കേരളത്തിൽ നിന്ന് വണ്ടി കൊണ്ടു പോകുന്നവരല്ല, വാടകയ്ക്ക് ബുക്ക് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സൗത്ത് ഗോവയിൽ നിന്നുള്ള ക്യാബ് അറേഞ്ച് ചെയ്ത് ആദ്യം സൗത്ത് ഗോവ കണ്ട് നോർത്തിലേക്ക് പോകുന്നതായിരിക്കും ഉചിതം. തിരുവനന്തപുരത്ത് നിന്നും എന്നും രാവിലെ 9:15 പുറപ്പെടുന്ന നേത്രാവതി എക്സ്പ്രസ് ട്രെയിനിൽ കയറിയാൽ അടുത്ത ദിവസം രാവിലെ 4:30 സൗത്ത് ഗോവയിലെ മഡ്ഗോവൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാൻ കഴിയും. അവിടെ അടുത്ത് തന്നെ ഫ്രഷപ്പിന് റൂമും ബുക്ക് ചെയ്യാവുന്നതാണ്. കുറഞ്ഞ നിരക്കിൽ ഫ്രഷപ്പ് സൗകര്യമുള്ള റൂമുകൾ അവിടെ നിരവധിയുണ്ട്. 300 രൂപയ്ക്ക് വരെ റൂമുകൾ നമുക്ക് ലഭിക്കും. വേണമെങ്കിൽ ഒന്ന് ഉറങ്ങിയ ശേഷം ഫ്രഷായി കാഴ്ചകൾ കാണാൻ പോകാം. ഗോവയിലെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് അവിടുത്തെ ബീച്ചുകൾ തന്നെയാണ്. എല്ലാ സഞ്ചാരികളും അവിടുത്തെ പ്രശസ്തമായ ബീച്ചുകൾ കണ്ടതിന് ശേഷമേ തിരിച്ചു പോകാറുള്ളൂ. അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ബീച്ചുകളാണ് പാലോളം, കോൾവ, ബാഗ തുടങ്ങിയവ. ഗോവയിലെ പോണ്ട താലൂക്കിലെ പ്രിയോളിലെ മങ്കേഷ് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ശ്രീ മങ്കേഷ് ക്ഷേത്രം. പ്രധാന ക്ഷേത്രം ശിവന്റെ അവതാരമായ ഭഗവാൻ മങ്കേഷിന് സമർപ്പിച്ചിരിക്കുന്നു. ഭഗവാൻ മങ്കേഷിനെ ഇവിടെ ശിവലിംഗമായി ആരാധിക്കുന്നു. ഐതിഹ്യമനുസരിച്ച് ശിവൻ തന്റെ ഭാര്യയായ പാർവതിയെ ഭയപ്പെടുത്താൻ ഒരു കടുവയുടെ രൂപത്തിൽ അവതരിച്ചു. കടുവയെ കണ്ടു ഭയന്ന പാർവതി ശിവനെ അന്വേഷിച്ച് ത്രിഹിം മാം ഗിരീശ, അതായത് ഓ പർവ്വതങ്ങളുടെ നാഥ, എന്നെ രക്ഷിക്കൂ എന്ന് നിലവിളിച്ചു. വാക്കുകൾ കേട്ടപ്പോൾ ശിവൻ തന്റെ സാധാരണ രൂപത്തിലേക്ക് മടങ്ങി. മാം ഗിരീശ എന്ന വാക്കുകൾ ശിവനുമായി ബന്ധപ്പെട്ട് കാലക്രമേണ ഈ വാക്കുകൾ മങ്കീഷ് അല്ലെങ്കിൽ മങ്കേഷായി ചുരുക്കപ്പെട്ടു. ഈ സമുച്ചയത്തിൽ നന്ദികേശ്വരൻ, ഗജാനൻ, ഭഗവതി, വത്സഗോത്രത്തിലെ ഗ്രാമപുരുഷ, ദേവശർമ്മ എന്നീ ദേവതകളുടെ പ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്ര വാസ്തുവിദ്യയിൽ നിരവധി താഴികക്കുടങ്ങൾ, പീലസ്റ്ററുകൾ, ബലസ്ട്രേഡുകൾ എന്നിവ ഉൾപ്പെടുന്നു. സരസ്വത് വാസ്തുവിദ്യാ ശൈലിയിൽ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ ഒരു പ്രമുഖ നന്ദി കാളയും മനോഹരമായ 7 നിലകളുള്ള വിളക്ക് ഗോപുരവുമുണ്ട്. ക്ഷേത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഗമാണിതെന്ന് കരുതപ്പെടുന്ന മനോഹരമായ ഒരു ജലസംഭരണിയും ക്ഷേത്രത്തിലുണ്ട്. സഭാഗൃഹം 500-ലധികം ആളുകളെ ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു ഹാളാണ്. 19-ാം നൂറ്റാണ്ടിലെ നിലവിളക്കുകളാണ് അലങ്കാരത്തിൽ ഉൾപ്പെടുന്നത്. അടുത്തതായി നമ്മൾ പോകുന്നത് ബോം ജീസസ് ബസിലിക്കയിലേക്കാണ്. തീർത്ഥാടനത്തിനായി യാത്ര ചെയ്യുന്ന ആളുകൾക്കും അനുയോജ്യമായ സ്ഥലമാണ് ഗോവ. കാരണം ബോം ജീസസ് ബസിലിക്ക പോലുള്ള പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിലേക്കുള്ള തീർത്ഥാടനമായും പലരും ഗോവൻ യാത്രയെ കണക്കാക്കാറുണ്ട്. സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ തിരുശേഷിപ്പുകളുള്ള ഈ പഴയ ക്രൈസ്തവ ദേവാലയം 16-ാം നൂറ്റാണ്ടിന്റെ അവസാനം നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 1999 മുതൽ ഇടം പിടിച്ച സ്ഥലം കൂടിയാണ് ബസിലിക്ക. ബോം ജീസസ് പോർച്ചുഗീസ് ഭാഷയിൽ നല്ലവൻ അല്ലെങ്കിൽ ശിശു, യേശു എന്നാണ് അർത്ഥമാക്കുന്നത്.
ഇന്ത്യയിലെ ആദ്യത്തെ മൈനർ ബസിലിക്കയാണ് ഈ ജെസ്യൂട്ട് പള്ളി. ഇന്ത്യയിലെ ബറോക്ക് വാസ്തുവിദ്യയുടെയും പോർച്ചുഗീസ് കൊളോണിയൽ വാസ്തുവിദ്യയുടെയും ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. 2009 ഗോവയിലെ ബോം ജീസസ് ബസിലിക്കയെ ലോകത്തിലെ 7 പോർച്ചുഗീസ് വംശജരായ അത്ഭുതങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുത്തു. 1594 പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1605 മെയ് മാസത്തിൽ ആർച്ച് ബിഷപ്പ് ഫാദർ അലക്സോ ഡി മെനസസ് ആണ് പള്ളിയുടെ പ്രതിഷ്ഠ നടത്തിയത്. ക്രിസ്തു മതത്തിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി ഈ ലോക പൈതൃക സ്മാരകം ഉയർന്നു വന്നിട്ടുണ്ട്. സെന്റ് ഇഗ്നേഷ്യസ് ലയോളയുടെ വളരെ അടുത്ത സുഹൃത്തും അദ്ദേഹത്തോടൊപ്പം സൊസൈറ്റി ഓഫ് ജീസസ് സ്ഥാപിച്ചയാളുമായ സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ മൃതദേഹം ഇതിൽ അടങ്ങിയിരിക്കുന്നു. മുകളിലത്തെ നിലയിൽ ശവകുടീരത്തിന് അഭിമുഖമായി ബോം ജീസസ് ബസിലിക്ക ആർട്ട് ഗാലറി ഉണ്ട്. 408 വർഷത്തിലേറെ പഴക്കമുള്ള ബോം ജീസസ് ബസിലിക്ക എല്ലാ ദിവസവും പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ മൃതദേഹം മനോഹരമായി അലങ്കരിച്ച ഒരു ശവപ്പെട്ടിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതുകൂടി കണ്ട് ഭക്ഷണം കഴിച്ച് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള നോർത്ത് ഗോവയിലെ റിസോർട്ടിലെ റൂം ചെക്ക് ഇൻ ചെയ്യാൻ പോകാം. മിക്കവാറും 11 മണിക്കോ 2 മണിക്കോ ആയിരിക്കും ചെക്ക് ഇൻ ടൈം. അല്പസമയം റൂമിൽ റെസ്റ്റ് എടുത്ത ശേഷം നോർത്ത് ഗോവയിൽ തന്നെയുള്ള പ്രശസ്തമായ ബാഗ ബീച്ചിലേക്ക് പോകാം. രാത്രി ജീവിതത്തിന്റെ സൗന്ദര്യം നമുക്ക് കാണിച്ചു തരുന്ന ഗോവയിലെ ഒരു സ്ഥലമാണ് ബാഗ. വടക്കൻ ഗോവയിലെ സൂര്യപ്രകാശം തുളുമ്പുന്ന തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബാഗ ബീച്ച് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന ഊർജ്ജസ്വലവും ആകർഷകവുമായ ഒരു സ്ഥലമാണ്. പ്രകൃതി സൗന്ദര്യം, ചരിത്ര പ്രാധാന്യം, ഊർജ്ജസ്വലമായ അന്തരീക്ഷം എന്നിവയുടെ സവിശേഷമായ മിശ്രിതത്താൽ ബീച്ച് പ്രേമികൾക്കും സാഹസികത ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ സന്ദർശിക്കേണ്ട സ്ഥലമായി ബാഗ മാറിയിരിക്കുന്നു. ഗോവയിലെ ഏറ്റവും മികച്ച ബീച്ചുകളിലൊന്നായ ബാഗ ബീച്ചിൽ നിങ്ങൾക്ക് വാട്ടർ സ്പോർട്സ്, മികച്ച ഡൈനിങ് റെസ്റ്റോറന്റുകൾ, ബാറുകൾ, ക്ലബ്ബുകൾ എന്നിവ കാണാൻ കഴിയും. വടക്കൻ ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന ബാഗ ബീച്ച് കലാൻകുട്ട്, അഞ്ജന ബീച്ചുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. വാട്ടർ സ്പോർട്സ് ആണ് ബാഗ ബീച്ചിലെ പ്രധാന ആകർഷണം. പാരാസെയിലിംഗ്, വിൻഡ് സർഫിംഗ്, കൈറ്റ് സർഫിംഗ്, ജെറ്റ് സ്കീയിങ് എന്നിവയാണ് ബാഗ ബീച്ചിലെ മികച്ച വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റികൾ. ബീച്ചിൽ നിന്ന് ഡോൾഫിൻ സ്പോട്ടിംഗ് ടൂറുകൾക്ക്, ദ്വീപ് യാത്രകൾക്കും പോകാം. പ്രകൃതി സ്നേഹികളുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ബാഗ ബീച്ച്. ദമ്പതികൾക്ക് ബീച്ചിന്റെ വശത്ത് കാൻഡിൽ ലൈറ്റ് ഡിന്നർ ആസ്വദിക്കാം. ജനപ്രീതി കാരണം ബാഗ ബീച്ചിൽ ബജറ്റ്, ഇടത്തരം, ആഡംബരം എന്നിങ്ങനെ ഓരോ വിഭാഗത്തിലും മികച്ച താമസ സൗകര്യങ്ങളുണ്ട്. മിക്ക ഹോട്ടലുകളും ബീച്ച് ഏരിയയ്ക്ക് അടുത്താണ്. ചിലത് മുറികളുടെ ജനാലകളിൽ നിന്ന് ബാഗയുടെ മികച്ച കാഴ്ചകൾ നൽകുന്നു. ബാഗ ബീച്ചിന് സമീപം താമസിക്കുന്നതിന് ആധുനികവും പൈതൃകവുമായ പ്രോപ്പർട്ടികൾ കണ്ടെത്താൻ കഴിയും. രാത്രി ഒരുപാട് സമയം അവിടെ ചിലവഴിക്കാവുന്നതാണ്. ശേഷം താല്പര്യമുള്ളവർക്ക് കാസിനോ പോലുള്ള ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാവുന്നതുമാണ്. ശേഷം തിരിച്ച് റിസോർട്ടിലേക്ക് വന്ന് റെസ്റ്റ് എടുത്ത് അടുത്ത ദിവസം രാവിലെ കൂടുതൽ കാഴ്ചകൾ കാണാൻ പോകാം. ഇനി നമ്മൾ പോകുന്നത് ഡോൾഫിനുകളെ കാണാനാണ്. ഡോൾഫിൻ പോയിന്റിലേക്ക് 10 പേർക്കോളം കയറാൻ കഴിയുന്ന ബോട്ടാണ്. ടിക്കറ്റ് എടുത്ത ശേഷം ബോട്ടിൽ കയറിയിരുന്നു. വന്യജീവി സങ്കേതത്തിലേക്ക് പോകുമ്പോൾ വന്യജീവികൾ എപ്പോഴും കാണണമെന്നില്ല. അതുപോലെ തന്നെയാണ് ഡോൾഫിനുകളും. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കഴിയും. 45 മിനിറ്റാണ് ബോട്ടിംഗ്. അതിൽ കണ്ടാൽ കണ്ടു, തീർച്ചയായും കാണുമെന്ന ഒരു ഗ്യാരണ്ടിയുമില്ല.
പക്ഷെ ഞങ്ങൾക്ക് 3 ഡോൾഫിനുകളെ കാണാൻ കഴിഞ്ഞു. കുറച്ചു സമയം വെള്ളത്തിന് മുകളിൽ കൂടി വന്ന് പിന്നീട് കാണാതെയായി. പിന്നെ ബോട്ടുകാരുടെ ഒരു മത്സര ഓട്ടം തന്നെയായിരുന്നു. ഒരുത്തൻ ഡോൾഫിനുകളുടെ അടുത്തുകൂടെ പോയതുകൊണ്ടാകാം പിന്നെ അവയെ കണ്ടില്ല. പിന്നീട് കുറേ ദൂരെ കൂടി മുന്നോട്ട് പോയി അവിടെ നിന്നും തീരത്തുള്ള ഒരു ജയിൽ മ്യൂസിയം കാണാം. അടുത്തതായി നമ്മൾ പോകുന്ന അഗോഡ ഫോർട്ടിന്റെ ദൂരെ നിന്നുള്ള കാഴ്ചയും ഉണ്ടായിരുന്നു. പണ്ട് ഏറെ പ്രശസ്തമായ അഗോഡ ജയിൽ ഇപ്പോൾ ഒരു മ്യൂസിയമാണ്. കോട്ടയുടെ ഭാഗമായ ഈ ജയിൽ 2015 വരെ ഗോവയിലെ ഏറ്റവും വലിയ ജയിലായിരുന്നു. 17ാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ ഈ ഘടന ഗോവ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനും ഗോവ ഹെറിറ്റേജ് ആക്ഷൻ ഗ്രൂപ്പും ഗോവയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളും ചേർന്ന് നവീകരിച്ചു. ഗോവയുടെ സ്വാതന്ത്ര്യ സമരത്തെ പ്രദർശിപ്പിക്കുന്നതിനും ഗോവയുടെ വിമോചനത്തിൽ പങ്കെടുത്തവരുടെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോർച്ചുഗീസ് ഭരണത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനുമെതിരെ പോരാടിയവരുടെയും വീരകൃത്യങ്ങൾക്കും മഹത്തായ ത്യാഗങ്ങൾക്കും ഒരു യഥാർത്ഥ ആദരാഞ്ജലിയായി വിനോദസഞ്ചാരികൾക്കായി ഇത് തുറന്നുകൊടുത്തു. മ്യൂസിയമാണ്. ഒരു നല്ല യാത്ര കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. മനസ്സിന് ശാന്തത നൽകുന്നതോടൊപ്പം ഒരുപാട് അറിവുകളും തിരിച്ചറിവുകളും യാത്രാ അനുഭവങ്ങളും നമുക്ക് സമ്മാനിക്കുന്നു. വിനോദയാത്രയ്ക്കുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായും പരിഗണിക്കേണ്ട സ്ഥലമാണ് ഗോവ. പ്രകൃതി സൗന്ദര്യം, സാംസ്കാരിക പൈതൃകം, കടൽ തീരങ്ങൾ, രാത്രി ജീവിതം എന്നിങ്ങനെ ആകർഷണീയമായ നിരവധി പ്രത്യേകതകളുള്ള ഗോവ ഇന്ത്യയിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 45 മിനിറ്റോളം നീണ്ട കടൽ യാത്രയ്ക്ക് ശേഷം തിരിച്ചു കരയിലേക്ക്. അവിടെ നിന്നും പോയത് അഗോഡ ഫോർട്ടിലേക്കാണ്. പതിനേഴാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ ഒരു കോട്ടയാണ് ഫോർട്ട് അഗോഡ. ഡച്ചുകാരിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി 1612 നിർമ്മിച്ചതാണ് അഗോഡ കോട്ട. അക്കാലത്ത് യൂറോപ്പിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് ഇതൊരു റഫറൻസ് പോയിന്റ് ആയിരുന്നു. കോട്ടയ്ക്കുള്ളിലെ ഒരു ശുദ്ധജല നീരുറവ വഴിയിൽ വന്നിരുന്ന കപ്പലുകൾക്ക് ജലവിതരണം നൽകിയിരുന്നു. അങ്ങനെയാണ് കോട്ടയ്ക്ക് ആ പേര് ലഭിച്ചത്, അഗോഡ. പോർച്ചുഗീസ് ഭാഷയിൽ വെള്ളമുള്ളത് എന്നർത്ഥം. കടന്നുപോകുന്ന കപ്പലുകളുടെ സംഘം പലപ്പോഴും അവരുടെ ശുദ്ധജല സംഭരണികൾ നിറയ്ക്കാൻ ഇവിടെ എത്തുമായിരുന്നു. 1864 നിർമ്മിച്ച അഗോഡ ഫോർട്ട് ലൈറ്റ് ഹൗസ് ഏഷ്യയിലെ ഇത്തരത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്നതാണ്. ഈ കോട്ടയെ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. മുകൾ ഭാഗം കോട്ടയായും ജലസേചന കേന്ദ്രമായും പ്രവർത്തിച്ചു. താഴത്തെ ഭാഗം പോർച്ചുഗീസ് കപ്പലുകൾക്ക് സുരക്ഷിതമായ ഒരു സ്ഥലമായിരുന്നു. മുകൾ ഭാഗത്തൊരു കിടങ്ങ്, ഭൂഗർഭജല സംഭരണ അറ, വെടിമരുന്ന് മുറി, വിളക്കുമാടം, കൊത്തളങ്ങൾ എന്നിവയുണ്ടെങ്കിലും യുദ്ധസമയത്തും അടിയന്തരാവസ്ഥയിലും ഉപയോഗിക്കാൻ രഹസ്യ രക്ഷപ്പെടൽ പാതയും ഇതിനുണ്ട്. പോർച്ചുഗീസുകാരുടെ ഏറ്റവും വിലപ്പെട്ടതും നിർണായകവുമായ കോട്ടയായിരുന്നു അഗോഡ കോട്ട. ഫോർട്ട് അഗോഡയിലെ പ്രവേശന സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. ഇതുകൂടാതെ ഗോവയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒട്ടനവധി ഡെസ്റ്റിനേഷനുകളുണ്ട്. ദൂദ് സാഗർ വെള്ളച്ചാട്ടം,
ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് ദൂദ്സാഗർ വെള്ളച്ചാട്ടം. പകൽ സമയത്ത് പോയി ആസ്വദിക്കാൻ കഴിയുന്ന മികച്ച വെള്ളച്ചാട്ടങ്ങളിൽ ഒന്ന്. ജലസാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഗോവയിലെ ബീച്ചുകൾ മാത്രമല്ല, ദൂദ്സാഗർ വെള്ളച്ചാട്ടവും ധൈര്യമായി തിരഞ്ഞെടുക്കാം. ഇതുകൂടാതെ 1543 നിർമ്മിച്ച അവർ ലേഡി ഓഫ് ദി റോസറി ചർച്ച് ഇപ്പോഴും നിലനിൽക്കുന്ന പഴയ ഗോവ പള്ളികളിൽ ഏറ്റവും പഴക്കം ചെന്നതാണ്. തുടക്കത്തിൽ ഇതൊരു പാരിഷ് പള്ളിയായിരുന്നു. കൂടാതെ സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി പള്ളി, സാന്താ കത്രീന ചാപ്പൽ, സെന്റ് അഗസ്റ്റിൻ പള്ളി, ചർച്ച് ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ് എന്നിവയും ഗോവയിലെ പ്രധാന ആരാധനാ കേന്ദ്രങ്ങളാണ്. ഗോവയിലെ മിക്ക ക്ഷേത്രങ്ങളെയും പോലെ മങ്കേഷി ക്ഷേത്രത്തിലും ദിവസവും ധാരാളം പൂജകൾ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ അഭിഷേകം, ലഘുരുദ്ര, മഹാരുദ്ര എന്നീ പൂജകൾ നടത്തുന്നു. രാമനവമി, അക്ഷയ തൃതീയ, അനന്തവൃത്തോത്സവം, നവരാത്രി, ദസറ, ദീപാവലി, മാഘപൂർണിമ ഉത്സവം, മഹാശിവരാത്രി എന്നിവ വാർഷിക ഉത്സവങ്ങളിൽ ഉൾപ്പെടുന്നു. ഈ ക്ഷേത്രം കൂടാതെ ശാന്തദുർഗ ക്ഷേത്രം ഗോവയിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. ശാന്തദുർഗ ക്ഷേത്രത്തിന്റെ ഉത്ഭവം 450 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. വിഷ്ണുവിനും ശിവനും ഇടയിൽ ഒരു മധ്യസ്ഥയായി ദുർഗാദേവിയെ ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നു. അതിനാൽ ശാന്തദുർഗ ക്ഷേത്രം എന്നാണ് ഇതിന് പേര്. ദേവിയുടെ പ്രതിച്ഛായയിൽ 2 സർപ്പങ്ങളെ ഓരോ കൈയിലും പിടിച്ചിരിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു. നാഗങ്ങൾ വിഷ്ണുവിനെയും ശിവനെയും പ്രതിനിധീകരിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ മഹാദേവ ക്ഷേത്രം, ചന്ദ്രേശ്വര ഭൂതനാഥ ക്ഷേത്രം എന്നിവയും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. പൈതൃക സമ്പന്നമായ ഗോവയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അവിടുത്തെ ഓർമ്മകൾ സൂക്ഷിക്കാനായി എന്തെങ്കിലും ഒന്ന് വാങ്ങി തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് അഞ്ജന മാർക്കറ്റ്. സാധനങ്ങൾ വാങ്ങാൻ ഒരുപാട് സ്ഥലങ്ങൾ ഗോവയിലുണ്ടെങ്കിലും അഞ്ജന മാർക്കറ്റിൽ കാണപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ മറ്റൊരിടത്തും ഉണ്ടാവില്ല. 50 വർഷത്തിലേറെയായി നൂറുകണക്കിന് വിൽപ്പനക്കാർ എല്ലാ ബുധനാഴ്ചയും അഞ്ജന ബീച്ചിൽ ഷോപ്പ് സ്ഥാപിക്കുകയും ആകർഷകമായ സാധനങ്ങൾ വിൽക്കുകയും ചെയ്യുന്നു. ഗോവയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. തൽക്കാലം ഗോവയോട് ബൈ പറഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നു.